നമസ്കാരം. ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പുറത്തെത്തുന്നത് 15 ദിവസങ്ങൾക്ക് ശേഷം. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത് നിലവിൽ മടങ്ങിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യം കിട്ടിയതോടെയാണ് പാലക്കാട് MLA ഒളിവ് ജീവിതം അവസാനിപ്പിച്ചത്. ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്ത് നമ്പർ 2-ലാണ് രാഹുൽ വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹം താമസിക്കുന്ന ഫ്ളാറ്റും ഈ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. MLA ആയതിനു ശേഷമുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണിത്. വൈകിട്ട് 4:50 തിരക്കൊഴിഞ്ഞ ശേഷമാണ് രാഹുൽ വോട്ട് ചെയ്യാനെത്തിയത്. MLAയുടെ ഔദ്യോഗിക കാറിൽ തന്നെയാണ് പോളിംഗ് ബൂത്തിന് മുന്നിലെത്തിയത്. മുടിയും താടിയും ഒക്കെ വെട്ടിയാണ് രാഹുൽ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒളിവ് ജീവിതത്തിന്റെ ക്ഷീണമൊന്നും കൂടാതെ പ്രസന്നവദനായാണ് രാഹുൽ കാണപ്പെട്ടത്. പർപ്പിൾ കളർ ഷർട്ടും മുണ്ടും ധരിച്ചാണ് രാഹുൽ എത്തിയത്. വോട്ട് ചെയ്യാനെത്തിയതിനു ശേഷം രാഹുൽ നേരെ പോയത് ചായക്കടയിലേക്കാണ്. ചായ കുടിക്കുന്നതിനിടെ നിരവധി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചെങ്കിലും ഒന്നിനും ഉത്തരം പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. വോട്ട് ചെയ്യാൻ എത്തുന്നതിന് മുൻപോ ശേഷമോ കാര്യമായി പ്രതികരിക്കാൻ രാഹുൽ തയ്യാറായില്ല. കേസ് കോടതിയുടെ മുന്നിലുണ്ടെന്നും കോടതി തീരുമാനിക്കട്ടെ എന്ന് മാത്രമായിരുന്നു രാഹുൽ പ്രതികരിച്ചത്. അതേസമയം രാഹുലിന് ബൊക്ക നൽകിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകിയത്. എന്നാൽ രാഹുലിനെതിരെ പോളിംഗ് ബൂത്തിന് മുന്നിൽ പ്രതിഷേധവും നടന്നു. പൂവൻ കോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രം ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. കൂക്കി വിളികളോടെയാണ് DYFI BJP പ്രവർത്തകർ രാഹുലിനെതിരെ പ്രതിഷേധിച്ചത്. താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. എന്നാൽ രാഹുലിന്റെ വരവുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും ആശയവിനിമയം ഇല്ലെന്നുമാണ് KPCC നേതൃത്വം വിശദീകരിക്കുന്നത്. ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചതോടെയാണ് രാഹുൽ മണ്ഡലത്തിൽ നിന്നും ഒളിവിൽ പോയത്. പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി S. നസീറാണ് രാഹുലിന് ഉപാധികളോടെ കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായി ഒപ്പിടണം, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്, അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിട്ടയക്കണം തുടങ്ങി കോടതി ഉത്തരവുകളുമുണ്ട്. മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ദിവസങ്ങളായി ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ അങ്ങനെ പുറത്തെത്തിയിരിക്കുകയാണ്. ഈ കേസിൽ ജാമ്യാപേക്ഷയിൽ വാദം നടക്കാനിരിക്കുന്നതേയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ രാഹുൽ പാലക്കാട് സജീവമായിരുന്നു. ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി കേസ് വീണ്ടും 15-നാണ് പരിഗണിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് ഒരു കാരണവശാലും ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ ഹർജിയുമായി എത്തിയിരിക്കുകയാണ്. വസ്തുതകൾ പരിഗണിക്കാതെയുള്ള ഉത്തരവെന്നാണ് ഹർജിയിലെ സർക്കാർ വാദം. മുൻകൂർ ജാമ്യം അനുവദിച്ചത് നിയമപരമല്ലെന്നും അത് കേസിനെ തന്നെ ബാധിക്കുമെന്നും സർക്കാർ വാദിക്കുന്നു. പരാതിയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. MLA ആയ വ്യക്തി സമൂഹത്തിലടക്കം വളരെ സ്വാധീനമുള്ളയാളാണ്. കേസിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ സമാനമായ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാരിന്റെ ഹർജിയിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം സെഷൻസ് കോടതി ഉത്തരവിലെ ചില ഗുരുതരമായ പരാമർശങ്ങൾ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് അടിയന്തര നടപടിയിലേക്ക് സർക്കാർ കടന്നത്. KPCC അധ്യക്ഷന് ലഭിച്ച പരാതിയിൽ പറയാത്ത കാര്യങ്ങൾ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് എന്നതടക്കമുള്ള വൈരുദ്ധ്യങ്ങളാണ് വിധിയിൽ വന്നത്. ഈ വിധിപ്പകർപ്പ് പുറത്തു വന്നതോടെ കേസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർന്നുള്ള നിയമ നടപടികളിൽ ഇത് പ്രധാന വാദങ്ങളായി ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ വിലയിരുത്തുന്നു. രണ്ടാമത്തെ FIRന്റെ മുന്നോട്ട് പോക്കിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്.